പുതിയൊരു വീഡിയോ തുടങ്ങിയാലോ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ആർക്കും ഉത്തരവൊന്നുമില്ല. പക്ഷേ മോഹൻലാലിൻ്റെ ചില മാസ്റ്റർ പീസ് സാധനങ്ങളുണ്ട്. അതിലൊന്ന് മീശവിരി. കാലുകൾ കൊണ്ട് ചില ചലനങ്ങളുണ്ട്, പിന്നെ കണ്ണുകൾ കൊണ്ട് ചില ചലനങ്ങളുണ്ട്. അതൊക്കെ ലാലേട്ടൻ്റെ ഒരു മാനറിസങ്ങളാണ്. ലാലേട്ടന് മാത്രം പറ്റിയ കാര്യങ്ങൾ തന്നെയാണ്. ലൂസിഫർ എന്ന ചിത്രത്തിൽ ലാലേട്ടൻ കാലുമൊക്കെ ഒരു തൊഴിലുണ്ട്. അത് കണ്ടപ്പം നമുക്ക് രോമാഞ്ചം ഉണ്ടായി. തിയേറ്റർ മൊത്തം കൈയടിച്ചു. അത് ലാലേട്ടന് മാത്രം പറ്റുന്ന സാധനമാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ എത്രയോ നടന്മാർ പല ഭാഷയിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രമേ ശക്തമായിട്ട് തിയേറ്റർ കുലുങ്ങിയ ഒരു രംഗം വേറെ ഇല്ല എന്ന്. അതുപോലെ നമ്മുടെ കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ ലാലേട്ടൻ കാല് വെച്ച് ചില കാര്യങ്ങൾ കാണിക്കുന്നത്, അതും മാസ് സാധനങ്ങളാണ്. പെട്ടെന്ന് വൈറലാകുകയും ചെയ്തു. ലാലേട്ടന് മാത്രമാണ് ഈ കഴിവ്. അല്ല എന്ന് തെളിയിക്കുന്നതാണ് തുടക്കം എന്ന സിനിമയിൽ നമ്മുടെ വിസ്മയ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ആ സ്റ്റണ്ട് രംഗങ്ങളിലെ കാലിൻ്റെ കളി ഒരു ഒന്നൊന്നര രസമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങനെ കാലുകൊണ്ട് തൂക്കിയടി എന്നൊക്കെ പറയാൻ പറ്റില്ലേ. കാലിൻ്റെ ചില ചലനങ്ങളും ലാലേട്ടനെ പോലെ തന്നെ ഈ ആക്ഷൻ രംഗങ്ങളിൽ വിസ്മയുടെ ചലനങ്ങൾ അതിശയിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അനായാസമാണ് കാലുകൾ എടുക്കുന്നതും കൈകൾ എടുക്കുന്നതും. പ്രത്യേകിച്ച് വിസ്മയ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ മലയാളത്തിലോ അല്ലെങ്കിൽ തമിഴിലെയോ ഒരു സിനിമയ്ക്ക് പറ്റിയ നായിക എന്ന് പറയാൻ പറ്റില്ല. സ്ലിം ബ്യൂട്ടി ആയിരിക്കണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചിലരുടെ മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ അത് അത്രമേറ്റ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. പ്രേക്ഷകർ എത്ര കണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊക്കെ ഒരു സങ്കല്പമുണ്ട്. അതിൽ നിന്ന് മാറ്റി ചിന്തിക്കുന്നു. വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന ആ നടിയെ നായികയായിട്ട് കൊണ്ടുവരുമ്പോൾ അവർ ആക്ഷൻ രംഗങ്ങളിലൊക്കെ അവരുടെ കാലുകളുടെ ചലനങ്ങൾ, കൈകളുടെ ചലനങ്ങളൊക്കെ പ്രത്യേകിച്ചൊരു പെൺ മോഹൻലാലിനെ ഓർമ്മപ്പെടുത്തുന്നു എന്നെനിക്ക് തോന്നി. പക്ഷേ മോഹൻലാലിനും വിസ്മയ്ക്കും മാത്രമാണോ ഈ കഴിവ് എന്ന് സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർക്ക് മാത്രമല്ല. ആദി എന്ന ചിത്രത്തിൽ ഈ കാല് വെച്ചുള്ള ചലനങ്ങൾ നമ്മുടെ പ്രണവും കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രണവിൻ്റെ ചിത്രത്തിലും ഈ കാലിൻ്റെ ചലനം കാണാൻ പറ്റും. ഏതായാലും മോഹൻലാൽ കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ട ആ ചലനത്തിൻ്റെ വിസ്മയത്തിലാണ് മലയാള പ്രേക്ഷകരെല്ലാം. സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനേകം വീഡിയോകൾ ഞാൻ കണ്ടു. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. കാല് അസാധ്യമായൊരു ചലനത്തിലൂടെ പ്രേക്ഷകരെ രസിപ്പിക്കാൻ ഈ കുടുംബത്തിന് കഴിയുന്നു. അതെങ്ങനെ? മറ്റാർക്കും കഴിയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ശരീരത്തിൻ്റെ ഒരു അനായാസമായ രീതിയുണ്ട്. അത് ഇവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് വിസ്മയം എടുത്താലും നമ്മുടെ പ്രണവിനെ എടുത്താലും ലാലേട്ടൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല അല്ലേ. ലാലേട്ടൻ എത്രയൊക്കെ രംഗങ്ങളിൽ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ കോരിത്തരിപ്പിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആക്ഷൻ രംഗങ്ങളിലൊക്കെ കാലിൻ്റെ ചലനങ്ങളും കൈയുടെ ചലനങ്ങളും അതുപോലെ കണ്ണുകളുടെ ചലനങ്ങളും മീശരിയൊക്കെ ആയിട്ട് നമ്മളെ ഞെട്ടിപ്പിക്കാറുണ്ട്. നമ്മളെ സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ നമ്മൾ കോരിത്തരിക്കാറുണ്ട്. അതുപോലെ തമാശ രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ ചലനങ്ങളും കവിളിൻ്റെ ചലനങ്ങളും ഒക്കെ നമ്മളെ ഞെട്ടിപ്പിക്കാറുണ്ട്, ചിരിപ്പിക്കാറുണ്ട്, പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ലാലേട്ടൻ എന്ന് പറയുന്ന അഭിനയ പ്രതിഭ. അത് മക്കൾക്ക് അവകാശപ്പെടാനുണ്ടോ എന്ന് നമുക്കറിയില്ല. അവരുടെ വിസ്മയുടെ ആദ്യ ചിത്രമാണ് നമ്മൾ കണ്ടത്. വിസ്മയ്ക്ക് എനിക്ക് തോന്നുന്നു അഭിനയിക്കാനുള്ള കഴിവുണ്ട്. വിസ്മയ വീണ്ടും വീണ്ടും നമ്മളെ ഞെട്ടിപ്പിക്കുമെന്ന് തോന്നുന്നു. DFR എന്ന ചിത്രത്തിലൂടെ പ്രണവും നമ്മളെ ഞെട്ടിപ്പിച്ചു. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും, മക്കൾക്ക് രണ്ടുപേർക്കും ലാലേട്ടൻ്റെ എല്ലാ കഴിവുകളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായൊരു വ്യക്തിയാണ് ലാലേട്ടൻ. നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം ജനിക്കുന്ന ഒരു അഭിനയ പ്രതിഭ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്.
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഈ കാലിൻ്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അല്ലാതെ വേറെ ഏതെങ്കിലും നടന്മാർ ഈ കാല് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലാതെ വേറെ എനിക്കൊരു സംശയമുണ്ട്. മോഹൻലാലിൻ്റെ ഈ 2 ചിത്രങ്ങളല്ലാതെ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സിനിമ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? കമൻ്റായിട്ട് ഇടുമല്ലോ. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തും വരെ ഓക്കെ.